പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ല അടിപൊളി മീൻ കറിയാട്ടോ. തേങ്ങ അരച്ച് വയ്ക്കുന്ന മീൻ കറിയാണ്. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തി, പൊറോട്ട എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഏത് മീനും ഇതുപോലെ കറി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വേളാപ്പാര മീനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് കറി വയ്ക്കുന്നത് നോക്കിയാലോ. രണ്ട് ഇതുപോലെ കഷ്ണം മീനാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ പകുതി എടുത്തിപ്പോൾ കറി വയ്ക്കുന്നുള്ളേ. നല്ല അടിപൊളി നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ. അപ്പോൾ ദാണ്ട് ഇത് പകുതി നമുക്ക് മാറ്റി പകുതി കഴുകിയെടുക്കാം. അപ്പോൾ ഞാൻ എന്നിട്ട് പകുതി നല്ലതുപോലെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ കറി വയ്ക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്കിത് കറി വെച്ച് റെഡിയാക്കിയെടുക്കാം. ഒരു തക്കാളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു സവാള ചെറുത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി. ഇഞ്ചി ഒരു ചെറിയൊരു കഷ്ണം ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ വെളുത്തുള്ളി ഒരു 6-7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു കടായി അടുപ്പിലോട്ട് വെച്ച് കൊടുത്തു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ച സവാളയും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സവാള ഇട്ടാണ് മീൻകറി വയ്ക്കുന്നത്. സവാള ഇട്ട് വേണമെങ്കിലും ഇങ്ങനെ നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇനി സവാള നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ചെറിയുള്ളി ചേർക്കാം. സവാള ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഒരു തക്കാളിയും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ ഉടഞ്ഞ് ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി വഴണ്ടില്ല എന്നുണ്ടെങ്കിൽ തവി കൊണ്ട് ഇതുപോലെ ഒന്ന് ഉടച്ചുകൂടെ കൊടുക്കുമ്പോൾ തക്കാളി നല്ല ഇതായിട്ട് വരും. നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂൺ കശ്മീരി മുളക് പൊടി, ചെറിയ 1/4 ടീസ്പൂണ് എരിയുള്ള മുളക് പൊടി. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വഴറ്റി വന്ന ശേഷം നമ്മളിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. തേങ്ങേൻ്റെ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. തേങ്ങ അങ്ങ് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. തേങ്ങ കൂടെ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ തേങ്ങേൻ്റെ വെള്ളമെല്ലാം ഒന്ന് പോകുന്നത് വരെ കേട്ടോ. ഇനി നമുക്കിത് നല്ലതുപോലെ ചൂടാറിയ ശേഷം മിക്സിയിൽ അരച്ചെടുക്കണം. ഇനി നമുക്കൊരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ചൂടായി പൊട്ടിയ ശേഷം 1/4 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം ഒരു 3-4 ചുമന്നുള്ളി അരിഞ്ഞത് കരിയാപ്പിലയും ഇട്ടൊന്ന് നമുക്ക് മൂപ്പിക്കാം. അത് മൂത്ത് വന്ന ശേഷം നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചേക്കുന്ന തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ, അത് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതാണ്ട് ഞാൻ അരപ്പ് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ച് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. പിന്നെ കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ നമ്മൾ ആവശ്യത്തിന് കുടംപുളി ചേർത്ത് കൊടുത്തു. ഇനി കുടംപുളി ചേർത്തത് നമ്മൾ തിളച്ച് നല്ലതുപോലെ മീനൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കുമ്പോൾ കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ പുളി ഒരു കഷ്ണം എടുത്ത് മാറ്റിയാൽ മതിയേ. ഇനി 1/2 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഈ അരപ്പ് തിളയ്ക്കുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 കരിയാപ്പിലയും ഇട്ട് കൊടുത്ത ശേഷം അടച്ച് വെച്ച് ഒന്ന് തിളച്ച ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചട്ടി ഒന്ന് വട്ടം ചുറ്റിച്ച് കൊടുത്താൽ മതിയേ. ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ കറി പറ്റിച്ചെടുക്കാം. നല്ല ടേസ്റ്റാട്ടോ ഈ മീൻ കറി. ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. കാരണം മീനൊക്കെ ഏകദേശം വന്നിട്ടുണ്ട്. ചാറ് കുറുകി വരുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിയുള്ള ഈ മുളകാട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, പക്ഷെ നല്ലതാണ്. ഇനി അതില്ല എന്നുണ്ടെങ്കിൽ പച്ചമുളകുള്ള സാധാ പച്ചമുളക് ചേർത്താലും മതി കേട്ടോ. അത് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു തക്കാളി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ കറിയൊക്കെ നല്ലതുപോലെ പറ്റി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയും ചട്ടിയുടെ ചൂട് കൊണ്ട് ഒന്നും കൂടെ കുറുകി വരുവേ. ഇത്ര ഒരു ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ലേ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളക്, കരിയാപ്പില, അതുപോലെ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ചെറിയ തക്കാളി വട്ടത്തിൽ അരിഞ്ഞെടുത്തതാണ്. ഇനി നമുക്കിത് മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏത് കഷ്ണമീനാണെങ്കിലും ഇതുപോലെ കറി വയ്ക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്.
ഇപ്പോൾ ദാണ്ട ഞാൻ മുളകെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ മുളക് വേണ്ടാന്നുണ്ടെങ്കിൽ സാധാ പച്ചമുളകാണെങ്കിൽ ഇതുപോലെ ഒന്ന് കീറിയിട്ട് മുകളിൽ വെച്ച് കൊടുത്താൽ മതി. ഇങ്ങോട്ടും കൂടെ വെച്ച് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ കറിക്ക്. ഈ മുളകിന് നല്ല എരിയുണ്ട്, നല്ല മണമാട്ടോ, നല്ല നിങ്ങൾക്ക് അറിയാം ഉപയോഗിക്കുന്നവർക്ക് നല്ല ടേസ്റ്റും ആട്ടോ ഈ തേങ്ങ അരച്ച മീൻ കറിക്ക് ഈ മുളക് ചേർക്കുന്നത്. ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലതുപോലെ കുറുകി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ്സ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ അടിപൊളി മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക്